Once again, welcome back to my YouTube channel. Simple ആയിട്ടുള്ള കോൺവെർസേഷൻസിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള സീരീസിൻ്റെ ഡേ 2 ആണിത്. ഇന്ന് നമ്മൾ പല സിറ്റുവേഷനിലും നമുക്ക് മറ്റുള്ളവരോട് സോറി പറയേണ്ടതായിട്ട് വരും. സോ അത്തരം ചില കോൺവെർസേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് കോൺവെർസേഷൻ ഇതാണ്. അതായത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് സമയത്തെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സോറി പറയണം. സോ എങ്ങനെ പറയും? ഞാൻ വൈകിയതിൽ ഖേദിക്കുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ആം റിയലി സോറി ഫോർ ബീയിങ് ലേറ്റ്. ഐ ആം റിയലി സോറി ഫോർ ബീയിങ് ലേറ്റ്. ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകിയതിൽ എന്നുള്ള മീനിങ് ആണ്. ഐ എം റിയലി സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഖേദിക്കുന്നു എന്നാണ് മീനിങ്. ഐ ആം റിയലി സോറി ഫോർ ബീയിങ് ലേറ്റ്. ഇനി അതിൻ്റെ റീസണായിട്ട് ട്രാഫിക് അപ്രതീക്ഷിതമായിട്ട് കൂടുതലായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ട്രാഫിക് വാസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹെവി. ട്രാഫിക് വാസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹെവി. അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി എന്നുള്ള അർത്ഥമാണ്. സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് സാരമില്ല, അടുത്ത പ്രാവശ്യം കറക്റ്റ് സമയത്തിനെത്താൻ ശ്രമിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ് അതായത് കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ്. അടുത്ത പ്രാവശ്യം കറക്റ്റ് ടൈമിലെത്താൻ ശ്രമിക്കുക. അതെങ്ങനെ പറയും? ജസ്റ്റ് ട്രൈ ടു ബി ഓൺ ടൈം നെക്സ്റ്റ് ടൈം. ജസ്റ്റ് ട്രൈ ടു ബി ഓൺ ടൈം നെക്സ്റ്റ് ടൈം. ട്രൈ ടു ബി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തെത്താൻ ശ്രമിക്കുക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം. സോ ഇതാണ് കോൺവെർസേഷൻ 1. I am really sorry for being late. Traffic was unexpectedly heavy. So, in the reply, it's all right. Just try to be on time next time. ഇനി അടുത്തൊരു സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു. അതുകൊണ്ട് ആ പ്ലാന് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. അതിന് ക്ഷമ ചോദിക്കണം. അപ്പോൾ അതെങ്ങനെ പറയും? പ്ലാൻ ക്യാൻസൽ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിങ് അവർ പ്ലാൻ. ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിങ് അവർ പ്ലാൻ. ഐ വോണ്ട് ടു അപ്പോളജൈസ്. അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ക്ഷമ പറയുക എന്നാണ്. സോ എനിക്ക് ക്ഷമ പറയണം എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ ഞാൻ ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു അപ്പോളജൈസ് നമ്മുടെ പദ്ധതി ഉപേക്ഷിച്ചതിന് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതിന്. അതെങ്ങനെ പറയും? ഫോർ ക്യാൻസലിങ് അവർ പ്ലാൻ. ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിങ് അവർ പ്ലാൻ. ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അടുത്തയാൾ പറയുവാണ്, അത് സാരമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കും, നമുക്ക് അത് മാറ്റി നിശ്ചയിക്കാം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഫൈൻ, തിങ്സ് ഹാപ്പൻ, ലെറ്റ്സ് റീഷെഡ്യൂൾ. ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ്. തിങ്സ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് റീഷെഡ്യൂൾ. റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി നിശ്ചയിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ക്യാൻസലിങ് അവർ പ്ലാൻ. അതിൻ്റെ റിപ്ലൈ ഇറ്റ്സ് ഫൈൻ, തിങ്സ് ഹാപ്പൻ, ലെറ്റ്സ് റീഷെഡ്യൂൾ. ഇനി മൂന്നാമത്തെ കോൺവെർസേഷൻ. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളത് പൂർണ്ണമായിട്ടും മറന്നുപോയി. സോ അതിന് നമ്മൾ മാപ്പ് പറയുകയാണ്. സോ അതെങ്ങനെ പറയും? സോ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ നിൻ്റെ ബർത്ത്ഡേ മറന്നുപോയി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ഫൊഗെറ്റിംഗ് യുവർ ബർത്ത്ഡേ. ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ ഫൊഗെറ്റിംഗ് യുവർ ബർത്ത്ഡേ. ഫോർ ഫൊഗെറ്റിംഗ് യുവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നിൻ്റെ പിറന്നാൾ മറന്നുപോയതിന് എന്നുള്ള അർത്ഥമാണ്. ഇനി അത് ഞാൻ പൂർണ്ണമായിട്ടും വിട്ടുപോയി എന്നെങ്ങനെ പറയും? ഇറ്റ് completely slipped my mind. It completely slipped my mind. Slip one's mind എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മറന്നു പോവുക എന്നുള്ള അർത്ഥമാണ്. അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസാണ് slip one's mind. So, I want to apologize for forgetting your birthday. It completely slipped my mind. ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല, അതിനെക്കുറിച്ചൊക്കെ വിഷമിക്കേണ്ട എന്ന് പറയണം. അതെങ്ങനെ പറയും? No problem, don't worry about it. No problem, don't worry about it. So, conversation idana. I want to apologize for forgetting your birthday. It completely slipped my mind.
അതിൻ്റെ റിപ്ലൈ ആയിട്ട് നോ പ്രോബ്ലം, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടിരുന്ന ഒരു സമയത്ത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചു, നമുക്ക് ആ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ പറയണം, നേരത്തെ റിപ്ലൈ തരാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? I am really sorry for not replying to your messages earlier. I am really sorry for not replying to your messages earlier. For not replying to your messages എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞതിൽ, മറുപടി നൽകാഞ്ഞതിൽ എന്നുള്ള അർത്ഥമാണ്. ഏർലിയർ എന്ന് പറഞ്ഞാൽ മുൻപേ എന്നുള്ള അർത്ഥമാണ്. ഞാൻ വളരെ തിരക്കിലായിരുന്നു എന്നെങ്ങനെ പറയും? I have been really busy. ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല, ഞാൻ മനസ്സിലാക്കുന്നു, നിനക്ക് സമയമുള്ളപ്പോൾ, അതായത് സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ്. സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ള അർത്ഥമാണ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് മീനിങ്. നിനക്ക് ചാറ്റ് ചെയ്യാൻ സമയമുള്ളപ്പോൾ എന്നെ അറിയിക്കുക എന്നെങ്ങനെ പറയും? ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ്. ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ഹാവ് ടൈം ടു ചാറ്റ്. അതായത് നിനക്ക് സംസാരിക്കാൻ സമയമുള്ളപ്പോൾ നീ എന്നെ അറിയിക്കുക എന്നാണ് മീനിങ്. ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കുക എന്നാണ് മീനിങ്. കോൺവെർസേഷൻ ഇതാണ്. I am really sorry for not replying to your messages earlier. I have been really busy. It's okay, I understand. Just let me know when you have time to chat. ഇനി അടുത്തൊരു സിറ്റുവേഷനോട് പറയാം. നമ്മളിപ്പം അറിയാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും കപ്പോ എന്തെങ്കിലും പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് അവരോട് പറയണം, ഞാൻ അറിയാതെ പൊട്ടിച്ചതിൽ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ വേറെ വാങ്ങിത്തരാം, അതായത് ഞാൻ റീപ്ലേസ് ചെയ്യാം വേറെ എന്ന് പറയണം. സോ അതെങ്ങനെ പറയും? I am sorry for accidentally breaking your favorite cup. I am sorry for accidentally breaking your favorite cup. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ്. സോ ബ്രേക്കിംഗ് യുവർ ഫേവറേറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രിയപ്പെട്ട കപ്പ് പൊട്ടിച്ചതിൽ ഞാൻ ക്ഷമ പറയുന്നു എന്നാണ് മീനിങ്. ഞാനത് നിനക്ക് മാറ്റിത്തരാം, അതായത് വേറെ വാങ്ങിച്ചു തരാം എന്നുള്ള അർത്ഥത്തിൽ പറയാൻ ഐ വിൽ റീപ്ലേസ് ഇറ്റ് ഫോർ യു എന്ന് പറയാം. ഐ വിൽ റീപ്ലേസ് ഇറ്റ് ഫോർ യു. ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് അത് സാരമില്ല, അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? That's all right, just be more careful next time. Just be more careful next time. അതായത് അടുത്ത പ്രാവശ്യം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ കോൺവെർസേഷൻ ഇതാണ്. I am sorry for accidentally breaking your favorite cup. I will replace it for you. That's all right, just be more careful next time. ഇനി കുറച്ച് ഫ്രേസസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ ഇനി അത് സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? പ്ലീസ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ. പ്ലീസ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ. അതായത് വീണ്ടും അത് സംഭവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള അർത്ഥമാണ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ അനുവദിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ അതിന് സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയി, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ഏർലിയർ. ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ഏർലിയർ. വാട്ട് ഐ സെഡ് ഏർലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതിന് എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തൊരു ഫ്രേസ്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അതെങ്ങനെ പറയും? ഐ എം റിയലി സോറി, ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ്. ഐ ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ്. ഡിഡൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള മീനിങ് ആണ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല സിറ്റുവേഷൻസിലും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാം. ഇത്തരം ഫ്രേസസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഫ്രേസസായിട്ട് പഠിച്ചു വയ്ക്കുമ്പോൾ ഗ്രാമറിനെ കുറിച്ചൊന്നും ഓർക്കാതെ നമുക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.